അനുഭവിക്കുന്ന മനസമാധാനത്തിലാണ്. നിങ്ങൾക്കൊരു ഫോൺ വരുമ്പോൾ, നിങ്ങളുടെ ഫോൺ സുരക്ഷിതമായി വീട്ടിൽ വെക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുമ്പോൾ, എൻ്റെ ഭർത്താവ് ഇന്നെ ഒരിക്കലും ഹറാമ് തീറ്റിക്കൂല, എൻ്റെ ഭർത്താവ് ഒരിക്കലും ഇന്നെ മറക്കൂല, ഞാനല്ലാത്തൊരു പെണ്ണിനെയും അയാൾ പുൽകൂല, നാളെ പടച്ചോൻ്റെ അടുത്ത് എൻ്റെ മുൻപിൽ അയാൾ അപമാനിക്കപ്പെടൂല എന്നൊരു പെണ്ണിന് തോന്നിപ്പിക്കുന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ. ദുനിയാവിൽ ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ രക്ഷപ്പെടും. ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? നാളെ പരലോകത്ത് പടച്ചോൻ്റെ മുൻപിൽ എൻ്റെ പിയ്യാപ്പിള അപമാനത്തിൽ ഞാൻ കാണേണ്ടി വരൂല എന്നൊരു പെണ്ണിനെ നിങ്ങളെപ്പറ്റി പറയാൻ പറ്റിയ അവക്ക് കിട്ടിയ ഏറ്റവും വലിയ മൊഞ്ചാങ്ങൾ. എൻ്റെ പിയ്യാപ്പിളനെ അപമാനത്തിൻ്റെ രീതിയിൽ എനിക്ക് കാണേണ്ടി വരൂല റബ്ബേ എന്നൊരു പെണ്ണ് പടച്ചോനോട് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ അങ്ങനെ കാണേണ്ട ഒരു അവസ്ഥ വന്നാലോ? ആ ദുനിയാവിൽ അവൾക്ക് കൊടുത്ത സ്നേഹം പോലും പരലോകത്ത് പടച്ചോൻ ചോദ്യം ചെയ്യും. ഇതൊക്കെ ഒരു മറച്ചു പിടിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, അള്ള സ്നേഹവും പ്രണയവും ഒക്കെ തന്നത് വിവാഹത്തിന് ശേഷം നമുക്ക് ഉറപ്പുള്ളതിനെ സ്നേഹിച്ച് നെഞ്ചോട് ചേർക്കാനാണ്. ഉറപ്പില്ലാത്തതിനെ കുറേ സ്നേഹിച്ച് മെസ്സേജ് അയച്ചിട്ട് കാര്യമല്ല. ഉറപ്പുള്ളതിന് നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്കി, എങ്കിൽ ആ ഉറപ്പുള്ള സ്നേഹത്തെ അള്ളാഹു ഒന്ന് കൊളത്തി ശക്തമാക്കി തരുന്ന. അതുകൊണ്ട് ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനവൻ്റെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ. ഇതോടൊപ്പം തന്നെ സ്ത്രീകളോടും. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരിക്കലും നിങ്ങളെ ഭംഗിയല്ല. അവളെ കാണുമ്പോഴേക്കും അവൻ്റെ ബേജാർ അവൻ മറക്കുന്നുണ്ടെങ്കിൽ, അവൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പടച്ചോനെ അവളില്ലാണ്ട് എനിക്ക് പറ്റൂല റബ്ബേ, അവൾ മരിക്കുന്നതിൻ്റെ മുൻപ് ഇന്നെ അങ്ങ് കൊണ്ടോണട്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഏതൊരർത്ഥത്തിലും തുണയായി താങ്ങായി പടച്ചോനെ അവളുണ്ടിൻ്റെ കൂടെ എന്ന് അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാനൊന്ന് കിടന്നു പോയാലും അവളുണ്ടാകും എന്നുള്ളൊരു ആശ്വാസം അവന് തോന്നുന്നുണ്ടെങ്കിൽ, അവന് കിട്ടാവുന്ന ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പത്താണ് ആ പെണ്ണ്. ആ പെണ്ണ്, അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കുടുംബത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരായ്മകൾ ഉണ്ടാവാം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രസംഗിക്കുന്ന ഞാനൊക്കെ കുടുംബജീവിതത്തിൽ ഭയങ്കര രസമാണ് എന്നല്ല, ഇടയ്ക്ക് തെറ്റും. പക്ഷെ ഒരു രാത്രി പോലും മാറിക്കിടക്കൂല. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ മക്കളുടെ വെച്ച് ഞാൻ എൻ്റെ ഭാര്യനെ കുറ്റപ്പെടുത്തൂല, ആക്ഷേപിക്കൂല. എത്രയേറെ ദേഷ്യൻ്റെ സിരകളിലേക്ക് വന്നാലും പറയാനുള്ളത് അവൾ മാത്രം കേൾക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും. കാരണം അതല്ലാത്ത ഒരുപാട് മണിക്കൂറുകൾ അവൾ എന്നെ സംരക്ഷിച്ചവളാ, അവൾ എന്നെ സഹായിച്ചവളാ. ഇതോടൊപ്പം തന്നെ ഭർത്താവ് ഇന്ന് ദീനിന് വരെ കളിയാക്കും ചിലര്. പിയാപ്പിളിൻ്റെ ദീന്, മൂപ്പര് നല്ല ദീനി ചിട്ടയിലൊക്കെ ജീവിക്കണമെന്ന് വിചാരിച്ചിങ്ങനെ പറയും പെണ്ണുങ്ങളോടും മക്കളോടും. പാപ്പ അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ മക്കളോട് അറിയുന്നതാണ് മൂപ്പർക്ക് ഭയങ്കര ദീന, പാപ്പാൻ്റെ ഒരു ദീനേ. ദീനീപരമായ മക്കളെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കൊണ്ടുനടക്കാൻ ശ്രമിക്കുമ്പം ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തുന്നവര്. ഏറ്റവും നല്ല സ്ത്രീ ഫസ്വാലിഹാത്തു ഖാനിതാത്തു ഹാഫിലാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഭർത്താവിന് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതും അയാൾക്ക് മാത്രം കൊടുത്ത്, കയറി വരുമ്പം ഒരു നല്ല വാക്ക് പറഞ്ഞ്, ഒന്ന് കൈ പിടിച്ച്, നല്ല സംസാരങ്ങൾ സംസാരിച്ച്, നിങ്ങളാ ഒന്ന് മാർഗങ്ങളൊന്ന് അവലംബിച്ചു നോക്കി മനുഷ്യരെ. ഇതൊക്കെ പ്രസംഗത്തിൽ കേട്ടുപോയാൽ പോരാ. കയറി ചെല്ലുമ്പോൾ ഒരു നല്ല വൃത്തിയിൽ, ഒരു നല്ല ഭംഗിയിൽ കയറി വരുന്ന ഭർത്താവിനോട് ഏറ്റവും മാന്യമായി പെരുമാറി, മുഖത്തൊരു പുഞ്ചിരി വരുത്തി. നമ്മൾ ചിലപ്പം കളി എന്താ എൻ്റെ മുഖത്ത് ഒന്നുമില്ല, എന്താ എൻ്റെ മുഖത്ത്, അത് മതി കുടുംബത്തിൽ സങ്കടങ്ങൾ വരാൻ. മുഖത്തൊരു പുഞ്ചിരി വരുത്തി ഭർത്താവിനെ സ്വീകരിക്കുന്നത്, ഇതൊക്കെ സ്വഭാവ. ഈ സ്വഭാവമില്ലാത്തവള് സലഫി പർദ്ദയല്ല മഫ്തയല്ല എന്ത് വാരി വലിച്ചണിഞ്ഞിട്ട് എന്താ കാര്യം? അവനവന്റെ കുടുംബത്തിൽ ഭർത്താവിന്റെ മുഖത്തുള്ള തൃപ്തി കാണാനും അയാളോടും കുടുംബത്തോടും നീതിയോടെ പെരുമാറാനും പറ്റുന്നില്ലേ? പിന്നെ അത് ദീനല്ല. നമ്മൾ പറയല്ലേ, അള്ളാഹുവിനെ നമ്മൾ തിരയേണ്ടത് പള്ളികളിലും, അള്ളാഹുവിനെ നമ്മൾ തിരയേണ്ടത് കഅബാലയത്തിങ്കിലും, പടച്ചോനെ നമ്മൾ തിരയേണ്ടത് ആകാശങ്ങളിലും അല്ല. അള്ളാഹിനെ നമ്മൾ കാണേണ്ടത് ഉമ്മന്റെയും വാപ്പന്റെയും സ്നേഹത്തിലാ. അള്ളാഹുവിനെ നമ്മൾ കാണേണ്ടത് ഭാര്യാഭർത്താക്കന്മാരുടെ തൃപ്തിയിലാ. അള്ളാഹുവിനെ നമ്മൾ കാണേണ്ടത് മക്കളുടെ സന്തോഷത്തിലാ. അവിടെയാ പടച്ചോൻ ഉണ്ടാകുക, അവിടെ അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടാകുക. ആ തിരിച്ചറിവോടുകൂടി ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്. ഈ അടുത്ത ദിവസം ഒരു സാധു സ്ത്രീ വിളിച്ചിട്ട് ഒരു സങ്കടം പറഞ്ഞ കാര്യമുണ്ട്. മരിച്ച ഭർത്താവിന് വേണ്ടി അവസാനം എടുത്തുണ്ടോ ആ നേരത്ത് എല്ലാവരും ഇങ്ങനെ സമ്മതം ചോദിച്ച് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഓളും പറഞ്ഞു ഭാര്യ. ഞാൻ പറഞ്ഞു ഞാനൊന്ന് സലാം പറയട്ടെ, അല്ലെങ്കിൽ ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ. അപ്പോഴേക്കും ചില ആൾക്കാർ പറഞ്ഞ അയ്യേ മൂപ്പർക്ക് ഒതു എടുത്ത് കുളിപ്പിച്ചതാണ് ഒതു മുറിയൊന്ന്. ഭാര്യ ഭർത്താക്കന്മാരുടെ തൊലികൾ സ്പർശിച്ചാൽ ഒതു മുറിയണമെങ്കിൽ അവിടെ വേണ്ടാത്ത ലൈംഗിക ചിന്തകളും തോന്നിയാസ ചിന്തകളും വരണം. മരിച്ചു കിടക്കുന്ന ഒരു ഭാര്യ ഭർത്താവിന്റെ അവസാനമായിട്ടൊരു ഉമ്മ കൊടുത്ത് സലാം പറഞ്ഞ് യാത്രയാക്കാൻ മാത്രം ആ പെണ്ണിന് അവകാശമില്ലെന്ന് പഠിപ്പിക്കുന്ന പുരോഹിതന്മാരായ ഇന്നത്തെ സമുദായത്തിന്റെ ശാപം.
5ാമത്തെ പ്രസവം പോലും തന്റെ പെൺകുട്ടി ഉള്ളുന്ന് വരുന്ന കുഞ്ഞിനെ വലിച്ചു പുറത്തേക്കെടുത്ത് ആ കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി ഛേദിക്കാൻ വേണ്ടിയിട്ട് ബ്ലേഡ് വാങ്ങാൻ നാട്ടിലെ കടയിലേക്ക് ഓടി വാങ്ങിക്കൊണ്ടുവന്ന ബ്ലേഡ് കൊണ്ട് കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി അറുത്തുമാറ്റി മരിച്ച പെണ്ണിനെ പായയിൽ പൊതിഞ്ഞ് പെരുമ്പാവൂർക്ക് കൊണ്ടുപോകാൻ ഒരു തലേക്കെട്ടുകാരന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ബാധ്യതയാതാ. ആ കെട്ടുകഥകൾ, ഖുറാഫാത്തുകൾ ചിന്തിച്ചു നോക്കൂ. ഇസ്ലാമിനെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുന്ന പുരോഹിതവർഗം. ഇതൊക്കെ പറയുമ്പോഴും ചില ആൾക്കാർ സോഷ്യൽ മീഡിയ പറയും എന്തെങ്കിലുമൊക്കെ ഒന്ന് നയിച്ചു തിന്നൂടോ എന്ന്. നയിച്ചിട്ട് തന്നെയാ കഴിക്കുന്നത്. അന്തസ്സായിട്ട് പടച്ച റബ്ബ് തന്ന അനുഗ്രഹപ്രകാരമുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെയാ മുസ്ലിം സമൂഹത്തോട് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ പാടില്ല എന്ന് പറയുന്നത്. ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് പിടിച്ചിറക്കി മടുവൂരിന്ന് ഗുണദോഷിച്ച് കയറിപ്പോയ ഷെയ്ഖുനാന്റെ കറാമത്ത് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് താങ്ങി നിർത്തി ഇനി അങ്ങോട്ട് ഷെയ്ഖുനാന്റെ മക്ബർ ഉള്ളതുകൊണ്ട് സ്പീഡ് അല്പം കുറയ്ക്കണട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നീട് അങ്ങോട്ട് തീവണ്ടി താനേ നിലച്ചു എന്ന് കേൾക്കുമ്പോൾ തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. കല്യാണം കഴിഞ്ഞ് 18 കൊല്ലായിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് ഷെയ്ഖ് കോയിക്കാലിന്റെ ബിരിയാണി എടുത്തു കൊടുത്തപ്പോഴേക്കും പെണ്ണിന് ഗർഭമുണ്ടായി എന്നുള്ളത് മുതൽ ഇന്ന് നമ്മളെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചൂഷണം എന്തെന്നറിയോ? ഈ മതത്തെ വാണിജ്യവൽക്കരിക്കല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ നിലാവ് രാത്രികൾ സംഘടിപ്പിക്കപ്പെട്ട് വീട്ടിൽ തുറന്നു വെച്ചിരിക്കുന്ന ടിവിക്ക് മുൻപിലും യൂട്യൂബിന്റെ മൊബൈലിന്റെ മുൻപിലും കിണ്ണത്തിൽ വെള്ളം വെച്ച് ഉസ്താദിന്റെ പ്രാർത്ഥനക്കും ആശീർവാദത്തിനും ഊത്തിനും വേണ്ടി ടിവിക്ക് താഴെ കിണ്ണത്തിൽ വെള്ളം വെച്ച് കാത്തിരിക്കുന്ന ഈ ഉമ്മത്തിനെ കൊണ്ടാ ഇന്ന് മുസ്ലിം സമൂഹം പരിഹസിക്കപ്പെടുന്നത് അല്ലേ? ഇന്ത്യ മഹാരാജ്യത്തും കേരളക്കരയിലും മുസ്ലിം സമുദായത്തിന്റെ എന്തൊക്കെ വിഷയങ്ങൾ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും ചർച്ച ചെയ്യാനുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ദൈവികത, ആകാശത്തിന്റെ ഉപരിലോകത്തുള്ള ഏഴാനാകാശങ്ങൾ, ആയക്കടലിലെ ഇരുട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ലോകത്തിന്റെ പ്രവാചകൻ ലോകത്തിന് ഓതിക്കൊടുത്ത നായകളുടെ തരിമൂക്കുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷത്തിന് പകരം മണ്ണെന്ന വിഷത്തിന്റെ ഉള്ള ഔഷധത്തെക്കുറിച്ച് വരെ ചർച്ച ചെയ്യപ്പെടേണ്ടതിന് പകരം ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താൻ വേണ്ടി ഏറ്റെടുക്കുന്നതും അവര് ചർച്ച ചെയ്യുന്നതും എന്തിന്റെ പേരിലാ? ഗർഭം ധരിച്ചാ പോകാൻ പറ്റുമോ? ഡോക്ടറെ കാണാൻ പറ്റുമോ? ബ്ലേഡ് എടുത്ത് മുറിക്കാൻ പറ്റുമോ? പൊരേ തന്നെ പ്രസവിച്ചാ പോരെ? ഡിങ്കൻ കഥകളും മായാവി കഥകളും മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ പടച്ചുവിടുമ്പോ അത് തെറ്റാണെന്ന് പറയുന്നവന് അള്ളാഹുവിന്റെ ഖുറാഫാത്ത് അല്ലെങ്കിൽ ശാപമുണ്ടാകട്ടെ എന്ന ശാപപ്രാർത്ഥന തുടങ്ങി വേദികൾ കെട്ടി ഇത്തരത്തിലുള്ള വൃത്തികേടുകളും ബിദ്അത്തുകൾക്കും തുടങ്ങി അന്യരാജ്യത്തെ ഷിയാ പ്രസ്ഥാനക്കാരുടെയും ഖവാരിജുകളുടെയും ആശയം നമ്മളെ കേരളക്കരയിൽ പടർത്തിയത് കൊണ്ട് കേരളക്കരയിൽ പോലും അന്ധവിശ്വാസം കുറഞ്ഞതല്ല, കൂടിയതാ. ഒരു നൂറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന്റെ മുക്കുമൂലകളിൽ പണിയെടുത്തു. വിരലിലെണ്ണാവുന്നവരെ കൊണ്ട് ഏറിയാട് നിന്നും ആരംഭിച്ച് ഇന്നെത്തി നിൽക്കുന്ന ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ആദർശത്തെ പുൽകി വന്നവരാ, ഇതിലേക്ക് വന്നവരാ. മുജാഹിദ് പ്രസ്ഥാനം പ്രസംഗിക്കുന്നത് ജനങ്ങൾ വഴികേടിൽ നിന്നും നല്ല വഴിയിലേക്ക് വരാൻ, ഇതര പ്രസ്ഥാനങ്ങൾ പ്രസംഗിക്കുന്നത് അവരുടെ വഴികേടിൽ നിന്നും ആരും പോകാതിരിക്കാൻ, ആ വഴികേടിൽ ഉറച്ചു നിൽക്കാൻ അല്ലേ? ചിന്തിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കയറി വന്നവരോട് എക്കാലഘട്ടത്തിലും ഈ പ്രസ്ഥാനം ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തേ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. റബ്ബിനോട് നിങ്ങൾ ഒരിക്കലും പങ്കു ചേർക്കരുത്. കാരണം അത് അമ്പിയാക്കളുടെ വചനമാ, അത് അമ്പിയാക്കളുടെ നിയോഗമാ. അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലേ? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. മരിച്ചുപോയ ലാത്തയുടെ കബറുകൾ കെട്ടിപ്പൊക്കി കുമ്മായമിട്ട് ആ ലാത്തയുടെ കബറിങ്കൽ വന്ന് പ്രാർത്ഥനയും സുജൂദും ചെയ്ത മക്കയിലെ മുശ്രിക്കീങ്ങളോട് ഉസ്സ എന്ന മരത്തെ പച്ചപ്പട്ട് വിരിച്ച് ആ മരത്തെ പൂജിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കീങ്ങളോട് മനാത്തെ എന്ന കൽബിംബത്തെ പൂജ ചെയ്ത് ആരാധിച്ച് ആ ബിംബങ്ങൾ കല്ലിന്റെ മുൻപിൽ നേർച്ച കൊടുത്തിരുന്ന മക്കയിലെ ജനതയോട് ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അത് പറഞ്ഞതിന്റെ പേരിലാ ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഭൂരിപക്ഷവും അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ വേഷം കെട്ടുന്നവർ പോലും ഇന്ന് ഈ പറയുന്ന ആളുകൾക്കെതിരെ തിരിയാനുള്ള കാരണം. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വരുത്തിയ നവോത്ഥാനാണത്. കുടുംബരംഗത്ത് അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു കാലത്ത് കേരളത്തിൽ തീരാ ദുരിതമായിരുന്നു സ്ത്രീധനം. ആരാ സ്ത്രീധനം കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കിയത്? കിട്ടുന്നത് പോരട്ടെ, തന്നാ വാങ്ങിക്കോ, ഫഇൻ തിബിന ലക്കും, തന്നാ കിട്ടിയ വാങ്ങിക്കോ എന്നൊക്കെ ഫത്വ കൊടുത്തവരുണ്ട് ഈ നാട്ടിൽ.
മുസ്ലിം സമൂഹത്തിൽ അന്ന് മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയ്ക്ക് ഓതിക്കൊടുത്തു പാടില്ല. അള്ളാഹു കൽപ്പിച്ചതിൽ നിന്നൊരു പെണ്ണിനെ സ്വീകരിക്കുമ്പോ ഒരിക്കലും അവളുടെ മുതൽ കണ്ടു കെട്ടരുത്. അങ്ങനെ കെട്ടുന്നുണ്ടെങ്കിൽ ഒന്നും വാങ്ങാതെ കൊടുക്കൽ വാങ്ങൽ അങ്ങോട്ട് മാത്രം, നിന്റെ മഹർ. പിന്നീട് അത് ചുരുക്കിക്കൊണ്ടുവന്നു, ബിസ്മി കല്യാണങ്ങളായി. നാട്ടുകാരെ കാണിക്കാൻ നട്ടപ്പാതിര നേരത്ത് ഗ്യാസ് കുറ്റിയുടെ മറവിൽ കള്ളും അതിനേക്കാളേറെ ബീഡിയും സിഗരറ്റും വീട്ടിന്റെ കോലായിൽ വിരിച്ചിട്ട തീപ്പൊയ്മലും അല്ലെങ്കിൽ നിലത്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റുകളിലും സിഗരറ്റും ബീഡിയും കൊടുത്തിരുന്ന കല്യാണത്തിൽ നിന്ന് അത് ഇസ്ലാമികമല്ല എന്നും മറിച്ച് കല്യാണങ്ങൾ ലഘൂകരിക്കണമെന്നും ലളിതമാക്കപ്പെടണമെന്നും ഈ സമൂഹത്തിന് ഓതിക്കൊടുത്ത് ബിസ്മി കല്യാണങ്ങൾ കേരളക്കരയ്ക്ക് തുടക്കം കുറിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാ, കുടുംബത്തിൽ. പിന്നീട് അങ്ങോട്ട് കേരളത്തിലെ പല കല്യാണങ്ങളും ബിസ്മി കല്യാണങ്ങളായി. ഇന്നും ബിസ്മി കല്യാണങ്ങൾ ഉണ്ടായി. ആലോചിച്ചു നോക്കൂ, വിവാഹ രംഗത്തുള്ള ധൂർത്തിനെതിരെ ഈ കേരളക്കരയിൽ സംസാരിച്ചത് മുസ്ലിം സംഘടനകളിൽ മുജാഹിദ് പ്രസ്ഥാനമാ. ഈ രീതിയിലുള്ള ആഘോഷങ്ങൾ പാടില്ലെന്നും അല്ലാഹുവിന്റെ മുൻപിൽ മാന്യമായിട്ടേ പാടുള്ളൂ എന്നും ആളുകൾക്ക് മുൻപിൽ വിശദീകരിച്ചപ്പോ ഓരോരുത്തരുടെ പൈസ വാപ്പാർക്ക് തോന്നിയതല്ലേ, വാപ്പാർക്കുള്ളതുകൊണ്ടല്ലേ അവരത് ചെയ്യട്ടെ എന്ന് അന്ന് ഇതിനെതിരെ വിമർശിച്ചിരുന്ന കേരളത്തിലുള്ള ഇതര മുസ്ലിം സംഘടനകളോട് അന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞൊരു വാക്കുണ്ട്: തുടങ്ങുന്നത് പോലെ എളുപ്പമല്ല അത് നിർത്തലാക്കാൻ. തുടങ്ങുന്നത് പോലെ എളുപ്പമല്ല അത് നിർത്തലാക്കാൻ. അനുഭവിച്ചല്ലോ. മഞ്ഞ കല്യാണം തുടങ്ങി, പച്ച കല്യാണം തുടങ്ങി, മൈലാഞ്ചി കല്യാണം തുടങ്ങി, അവസാനിച്ചോ? ഗാനമേള ട്രൂപ്പുകൾ, കരിമരുന്ന് പ്രയോഗങ്ങൾ, ഒട്ടകപ്പുറത്തെയ്നെല്ലിക്കലുകൾ, ആനപ്പുറത്തെയ്നെല്ലിക്കലുകൾ, ഇതിനേക്കാളേറെ ബ്രൈറ്റ് ബീകൾ, വിവാഹത്തിന്റെ ക്ഷണക്കത്തിന് പകരം സേവ് ദി ഡേറ്റ് എന്ന് പറഞ്ഞ് ആണും പെണ്ണും വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ ചെയ്യേണ്ടത് പരസ്യമായ ബീച്ചുകളിൽ ചെയ്ത് ചെറിയ വീഡിയോകൾ ഇറക്കി കുടുംബത്തിൽ പ്രചരിപ്പിക്കുന്നവർ അവസാനിച്ചോ? വിവാഹത്തിന്റെ തൊട്ടു മുൻപ് കണ്ടുപോകുന്ന പെൺകുട്ടിക്ക് പർദ്ദയിട്ട മൊഫ്തയിട്ട ഉമ്മമാരും തലേക്കെട്ടുകാരനായ കാരണവന്മാരും കൂടെ 50,000-ന്റെയും 1,00,000-ന്റെയും ഗോപുരമുട്ടായികൾ ക്രെയിനിൽ പോലും ഇറക്കി കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ ഉമ്മത്തെത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ട്, തുടങ്ങുന്നത് പോലെ നിർത്തലാക്കാൻ പറ്റില്ല. ബർത്ത്ഡേ ആഘോഷം വന്നു, ഉമ്മമാര് വാശി പിടിച്ചു, വാപ്പമാര് വാശി പിടിച്ചു. മുട്ടായി അല്ലേ, മക്കൾക്കല്ലേ, എന്താപ്പം ബർത്ത്ഡേക്ക്? അതൊക്കെ ഇസ്ലാമിനോട് ചേർത്ത് പറയേണ്ടതുണ്ടോ? അതൊക്കെ ഒരു സന്തോഷല്ലേ? അന്ന് മുജാഹിദ് പ്രസ്ഥാനം ഓർമ്മപ്പെടുത്തി, വേണ്ട, അത് നിർത്തലാക്കാൻ പറ്റാതെ വരും. അതില്ലെങ്കിൽ മക്കൾ ബേജാറാവും, കൊടുക്കാത്തവര് സങ്കടപ്പെടും. പെട്ടല്ലോ, 6 ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സിറ്റിയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു 8 പേരോടൊപ്പം. എന്തേ കാരണം? ബർത്ത്ഡേ ആഘോഷിക്കാൻ 6 കൊല്ലം ആഘോഷിച്ച ഉമ്മാനോട് 10ാം ക്ലാസ്സുകാരൻ വിളിച്ചു പറഞ്ഞു, ഉമ്മ, ഇക്കൊല്ലം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിക്കും, വാപ്പാനോട് 10,000 അറച്ചു തരാൻ പറ. 10,000 വാങ്ങി മകന് കൊടുത്തു. നട്ടപ്പാതിര നേരത്ത് നാവിനടിയിലെ സ്റ്റെഫുമായി കോഴിക്കോട് ബീച്ചിന്റെ സൈഡിൽ നിന്ന് 8ഓളം ചെറുപ്പക്കാരെ പിടിച്ചപ്പോ ഉമ്മാക്ക് പറയാനുള്ളത്, ഓം ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയതായിരുന്നു. എന്നായിരുന്നെങ്കിൽ മുട്ടായില്ലെങ്കിൽ മദ്രസയിൽ പോകൂല, അല്ലെങ്കിൽ ആഘോഷമില്ലെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് കേക്ക് മുറിക്കണം, എനിക്ക് മെഴുകുതിരി കത്തിക്കണം, എനിക്ക് ആ കേക്ക് മുഖത്ത് വാരി പറ്റിക്കണം എന്ന് മക്കൾ വാശി പിടിച്ചു. ഇന്നതിന്റെ പേരിലാ പലരും ഇത്തരത്തിലുള്ള ധൂർത്തൻ പ്രവണതകളിലേക്ക് പോകുന്നതെങ്കിൽ തുടങ്ങുന്ന മാതിരി എളുപ്പമല്ല ഉമ്മത്തെ പലതും നിർത്തലാക്കാൻ. അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയുന്നത്. അല്ലാണ്ട് ആൾക്കാർ ഇത് ആഘോഷിക്കുന്നതിലുള്ള കുശുമ്പോണ്ടൊന്നുമല്ല. അപ്പൊ അങ്ങനെയാ പറയാ, ഓളെ മക്കൾക്ക് ആഘോഷിക്കാൻ പറ്റാത്തോണ്ടാ ഓലും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതെന്ന് അല്ല. നാളെ അതില്ലാത്തതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ മക്കൾ തിരിഞ്ഞു കുത്തുന്ന അവസ്ഥ വരുന്നുള്ളതുകൊണ്ടാ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ ഈ പറയുന്നതെല്ലാം നമ്മളുടെ നന്മക്ക് വേണ്ടിയാ. പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മക്കൊന്ന് മനസ്സ് തുറന്ന് അള്ളാനെ കാണാൻ വേണ്ടിയാ. അതിനുവേണ്ടി പടച്ചോൻ തന്ന ആയുസ്സും അള്ള തന്ന സൗഭാഗ്യങ്ങളും ആ ദുനിയാവിലുള്ളതൊക്കെ, ഇത്രയും ദൂരം ഞാൻ വന്നതും സംസാരിച്ചതും പടച്ചോൻ എനിക്ക് തന്നൊരു നിയമത്ത് സംസാരിക്കാനുള്ള കഴിവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാ. നാളെ എനിക്കിതിന് പറ്റുന്നില്ലേ, ഞാൻ അവസാനിപ്പിക്കാൻ ഒരുക്ക. കിട്ടുന്ന അറിവുകളും നേടുന്ന അറിവുകളും വെറും ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെ ആവാതിരിക്കാൻ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരെയും ബോധ്യപ്പെടുത്തി നമ്മൾ വലിയ മുത്തക്കിങ്ങളാണെന്ന് കാണിക്കണം എന്നല്ല. മനസ്സറിഞ്ഞ് കിടന്നുറങ്ങാൻ പറ്റണം. അതല്ലാൻ്റെ ഒരു നിയമത്താ. 3 ഗുളിക കുടിച്ചാൽ കിടന്നുറങ്ങുന്നവൻ്റെ ബേജാറ് വെച്ച് നോക്കി നിങ്ങൾ. 3 ഗുളിക കുടിച്ചാലേ ഉറക്കം വരൂ. 1 ഗുളികയും കുടിക്കാണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിലേ അതിലും വലിയ നിയമത്തില്ല. ഇരുന്ന് നിസ്കരിക്കുന്നവരോട് കുറ്റാ ചിലർക്ക്. എന്താ ഇങ്ങനെ കണ്ടോ ഇരുന്നാ നിസ്കരിക്കുന്നത് എന്ന്? ഇന്ന് ചിലരത് മുതലെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവരെ പറ്റിയല്ല പറയണത്.
ഒന്ന് നടക്കാൻ പറ്റാതായി നോക്കണോ? നടക്കുന്നതിൻ്റെ വില അറിയണമെങ്കിൽ ഒന്ന് കിടന്നു നോക്കണം. ഈ തൊലി 10 ദിവസം മലർന്നു കിടന്നാൽ മതി, പുറങ്ങോട്ട് പൊട്ടാൻ തുടങ്ങും. ഇത് എവിടുന്നാ പൊട്ടുന്നോന്ന് അറിയൂല. പുറങ്ങോട്ട് വൃണാകും, തൊലി ഇങ്ങോട്ട് പൊട്ടും, പിന്നെ അങ്ങനെ വൃണാവാൻ തുടങ്ങും. പിന്നെ ചെരിച്ചെടുത്തിട്ട് ഒരാൾ നനച്ച് തുടച്ച് തന്നാൽ കുറച്ച് ആശ്വാസം ഉണ്ടാവും. പുലർച്ചെ 1:30 മണി മുതൽ 3:30 മണി വരെ 4:30 മണി വരെയാണ് ഇക്രോ ഹോസ്പിറ്റലിൽ ഒരാൾക്ക് ഡയാലിസിസിന് കിട്ടിയത്. ഞാൻ പറയാം, നമ്മളെല്ലാ കുതിരകളിയും പവറും ഒക്കെ മാറണമെങ്കിൽ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട. നാളെ ബാത്റൂമിൽ പോകുമ്പോൾ ഒരു ബ്ലഡിൻ്റെ കോട്ടിങ്സ്, ഒരു ബ്ലഡിൻ്റെ തുള്ളി നേരെ വിടും മഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. ഡോക്ടർ തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യ്, കോഴിക്കോട് MVR ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു 3 ടെസ്റ്റ് നടത്തണം. പേടിക്കൊന്നും വേണ്ട കേട്ടോ, ബേജാറാണ്ട. വലിയ മക്കളാരോ ഉണ്ടോ? ഉണ്ട്, നവരെയും കൂട്ടിക്കോ, പെണ്ണുങ്ങളെയും കൂട്ടിക്കോ, മതി, തീർന്നു. പിന്നെ ആ ടെസ്റ്റും കൈമ പിടിച്ച് ഇങ്ങനെ ബേജാറാവും. അവസാനം ടെസ്റ്റിന് പോയി ഓരോരുത്തർ ആടുന്നും പെടുന്നൊക്കെ ബ്ലഡ് എടുത്ത് കുത്തി നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഇരിപ്പുണ്ടല്ലോ, എല്ലാ കുതിരകളിയും തീരും. പിന്നെ വാട്സപ്പും വേണ്ട, ഫേസ്ബുക്കും വേണ്ട, ഇൻസ്റ്റഗ്രാമും വേണ്ട, ഒരു കുന്തവും വേണ്ടി വരില്ല. അവസാനം കിട്ടിയത് 1:30 മുതൽ 4:30 വരെ ഡയാലിസിസിന്. 6 മാസമായി, ആഴ്ചയിൽ 4 ദിവസം കൊണ്ടുപോകാൻ ആളില്ല. മതിയായി എല്ലാവർക്കും. 1:30 മണിക്ക് പോകണം. കുറേ കുടുംബക്കാരൊക്കെ കാല് പിടിച്ചു, കുറേ മക്കളൊക്കെ വന്നു. പുലർച്ചെ 1:30 വന്നു, ഇയാളെ കൊണ്ടുവന്നു. മക്കൾ 3 ആൾ കൊണ്ടുവന്നു. എല്ലാവർക്കും ഇപ്പം അങ്ങനെ. ഒരു നിത്യരോഗി ഉണ്ടായാൽ, ഒരു സൂക്കേടുകാരനായാൽ തീരാവുന്ന പവർ എഞ്ചിങ്ങൾക്കൊക്കെ ഉള്ളൂ. അതോടെ തീരും എല്ലാ കുതിരകളെയും പവറും പത്രാസും ഒക്കെ. ആ ബോധവും ചിന്തയും അതാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഈ ദുനിയാവിൽ അല്ലാഹു തആല നൽകുന്നത്, അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ച് നൽകുന്നത്, അത് അവസാനം ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെയോ നേടിയെന്ന് നമുക്കെങ്കിലും ഒരു തോന്നലുണ്ടാവണം. നാട്ടുകാർ ചിലപ്പോൾ നമ്മളെ കൊട്ടാരായിട്ട് കരുതുന്നുണ്ടാവും, പക്ഷെ നമുക്കൊരു കുടിലെങ്കിലും ആവാൻ പറ്റണം. അത് നമ്മളൊരു ആശ്വാസത്തിനാ. ആ ഒരു തിരിച്ചറിവിലേക്കാവട്ടെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഒരുമിച്ചുകൂടൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹുവേ, ഇതിനേക്കാൾ മനോഹരമായ നിന്റെ സ്വർഗത്തിൽ ഇതേ രീതിയിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ. അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരു വസിയത്തായതുകൊണ്ടാണ് ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നത്. മക്കളെന്ന അനുഗ്രഹം നൽകി എല്ലാ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അല്ലാഹുവേ, മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ, എല്ലാവരുടെയും ഖബർ വിശാലമാക്കി കൊടുക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നാദാ, കടബാധ്യതയിൽ പെട്ടുപോയവരുണ്ട്. ഹറാമായ പലിശ പോലെ, ലോണ് പോലെയുള്ള കാര്യത്തിൽ പെട്ടുപോയവരുണ്ട്. റബ്ബേ, അതിൻ്റെ തെറ്റ് ബോധ്യപ്പെട്ട് എളുപ്പം തിരുത്താനും ബാധ്യതകളിൽ നിന്ന് ഹലാലായ നിലക്ക് ജീവിതത്തിലേക്ക് നല്ലൊരു മഈശത്തിലേക്ക് എത്താനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഒരൊറ്റ കാര്യം കൂടി, നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നേ ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഇനിയും അള്ളാഹുവിൻ്റെ ദീനിൽ ദഅവത്ത് രംഗത്ത് ഇടപെടാൻ ആരോഗ്യത്തിനും ആഫിയത്തിനും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്നൊരു വാക്കും കൂടി ഓർമ്മപ്പെടുത്തി, വസല്ലല്ലാഹു അലാ നബീന. വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ട് തരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.